നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ അനുഭാവിയായ ഇലാൻ ഉമർ, ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ഇലാൻ ഉമറിന് നല്ല എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ട്രംപ്. അവരെ വളരെ നന്നായി വിമർശിച്ച് കളിയാക്കി പെൻസിൽവാനിയയിൽ നടന്ന ഒരു യോഗത്തിൽ വളരെ കണക്കറ്റ് പരിഹസിച്ച് വിട്ടിരിക്കുകയാണ് ട്രംപ്. ഒരു ദാക്ഷിണ്യവുമില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായി അവർ ചെയ്തത് എല്ലാ കാര്യവും എണ്ണി എണ്ണി പറഞ്ഞാണ് അവരെ കളിയാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. കാരണം ഇലാൻ ഉമർ വളരെ കൃത്രിമമായ രീതിയിലാണ് അമേരിക്കയുടെ പൗരത്വം നേടിയെടുക്കുന്നത്. അതായത് അവരുടെ സഹോദരനെ വിവാഹം കഴിച്ചിട്ടാണ് അമേരിക്കയുടെ പൗരത്വം നേടിയെടുക്കുന്നത്. അങ്ങനെ നേരല്ലാത്ത രീതിയിൽ അമേരിക്കയുടെ പൗരത്വം നേടിയെടുക്കുകയും അവിടെ ഡെമോക്രാറ്റിൻ്റെ ഒരു പ്രതിനിധിയായി എത്തുകയും ചെയ്തു. അതിനുശേഷം നിരന്തരം അമേരിക്കയിൽ ജനാധിപത്യം ഇല്ല എന്ന് അവർ വാദിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹോബി എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ പർവ്വതീകരിച്ച് എടുത്തിട്ട് പാകിസ്ഥാൻ അനധികൃതമായിട്ട് നേടിയെടുത്ത POKയിൽ സന്ദർശനം നടത്തുക, ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനം നടത്തുക, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന പാകിസ്ഥാൻ്റെ വാദഗതികൾ ഉന്നയിക്കുക, അങ്ങനെ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് നിലയുറപ്പിക്കുക എന്ന ഒരു നയമാണ് ഇലാൻ ഉമർ അമേരിക്കയിൽ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അത്ര ജനാധിപത്യ വിരുദ്ധമായ, ലോക സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ഇലാൻ ഉമർ എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ അഴിച്ചുവിടുക, പാകിസ്ഥാനെ എല്ലാ വേദികളിലും പിന്തുണയ്ക്കുക, ഇങ്ങനെ പോകുന്നു ഇലാൻ ഉമറിൻ്റെ തമാശകൾ. അപ്പോൾ അമേരിക്കയിലും ഇതേ രീതി തന്നെയാണ് തുടരുന്നത്. താൻ വലിയ ജനാധിപത്യവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ ജനാധിപത്യം നശിച്ചു പോയി. ഇതിനൊക്കെ ചേർത്ത് ട്രംപ് ഇപ്പം കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇലാൻ ഉമറിൻ്റെ ഹിജാബ് ധരിക്കുന്നതിന് ഒരു ടർബൻ വെച്ചുകൊണ്ട് ഉള്ള ഒരാളുണ്ടല്ലോ, അവർ നിരന്തരം അമേരിക്കയിൽ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവർ വന്നത് സൊമാലിയയിൽ നിന്നാണ്. ഒരു ഭരണവുമില്ലാത്ത കടൽ കൊള്ളക്കാരുടെ രാജ്യമായ സൊമാലിയിൽ നിന്നാണ് അവർ വന്നത്. അവരെങ്ങനെയാണ് വന്നത്? സ്വന്തം സഹോദരനെ വിവാഹം കഴിച്ചിട്ടാണ് വന്നത്. ട്രംപാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹം കഴിച്ച് ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നേടിയെടുക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കുമോ? അപ്പോൾ തന്നെ എന്നെ പുറത്താക്കില്ലേ? ഈ രീതിയിൽ അമേരിക്കയുടെ പൗരത്വം നേടിയെടുത്തതിന് ശേഷം അമേരിക്കയെ കണക്കറ്റ് കളിയാക്കാനാണ് ഇലാൻ ഉമർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ജനാധിപത്യമില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇലാൻ ഉമറിൻ്റെ ഒരു പ്രത്യേകത. അമേരിക്കയിൽ അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അമേരിക്കൻ പൗരന്മാർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ആവശ്യത്തിന് ജോലിയും വരുമാനവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കുടിയേറി വന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ തിരിച്ച് അങ്ങോട്ട് തന്നെ അയക്കുന്നത്. അത് അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനല്ല. അപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ട്രംപ് നടത്തുന്നുവെന്ന് നിരന്തരം ആക്രമിക്കുന്ന ആളാണ് ഇലാൻ ഉമർ. പക്ഷേ ഇലാൻ ഉമർ കാണിക്കുന്നതോ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന നയവും. ഇതിനെ വളരെ കൃത്യമായ രീതിയിൽ ട്രംപ് കടന്നാക്രമിച്ചിട്ടുണ്ട്. ഇലാൻ ഉമറിന് വായ തുറക്കാത്ത രീതിയിൽ ട്രംപിൻ്റെ താരിഫിനെക്കുറിച്ചും താരിഫ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ട്രംപ് നടത്തിയ എല്ലാ പരിഷ്കാരങ്ങൾക്കെതിരെയും ഇലാൻ ഉമറിൻ്റെ ശക്തമായ വാദഗതികളൊക്കെ ഉന്നയിച്ചിരുന്നു, വളരെ ശക്തമായ രീതിയിൽ. എന്നാൽ അടിസ്ഥാനരഹിതമായ വാദഗതികളാണ് അവർ പലപ്പോഴും ഉന്നയിക്കുന്നത്. അത് അമേരിക്കയിലായാലും ശരി, ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇന്ത്യ പാക് പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും ശരി, അവരെടുക്കുന്ന നിലപാടുകളെല്ലാം തന്നെ ഇസ്ലാമിക പ്രീണനവുമായി ബന്ധപ്പെട്ട ഭീകരവാദ അനുകൂല നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകരവാദ രാജ്യങ്ങളിൽ നിന്ന് പലതിൽ നിന്നും അവർക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ചില വിഘടനവാദികളുടെ പിന്തുണയും അവർക്കുണ്ട്. വിഘടനവാദികൾക്കൊപ്പം തന്നെ ഇന്ത്യയിൽ ജനാധിപത്യവാദികളെന്ന് പറയുന്നവരുടെ പിന്തുണയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഇലാൻ ഉമറിനെ നേരിട്ട് അങ്ങോട്ട് പോയി കണ്ടു. കാരണം ഇത്തരം വിഘടനവാദികളെ അങ്ങോട്ട് പോയി കാണുന്ന ഒരു നയമാണല്ലോ ഇന്ത്യ സഖ്യം എല്ലാ കാലത്തും വച്ചുപുലർത്തുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുന്ന് ഇന്ത്യകളെ മുഴുവനായിട്ട് കൊണ്ടുവന്ന് ഇലാൻ ഉമറിനെ കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ കാണിച്ചാൽ മാത്രമേ ജനാധിപത്യം പൂത്തുലയുകയുള്ളൂ. അങ്ങനെ എന്തായാലും ഈ ജനാധിപത്യവാദിയായ ഭീകരവാദികളുടെ ഒരു മാലാഖയായിട്ടുള്ള, ഭീകരവാദികളുടെ ദൈവമായിട്ടുള്ള, ഇന്ത്യകളുടെ ഏറ്റവും വലിയ ഒരു ഇന്ത്യകളുടെയും ദൈവമായിട്ടുള്ള ഇലാൻ ഉമർ അടുത്തിടെ തന്നെ അമേരിക്കയിൽ നിന്ന് പുറത്താകും എന്ന് ഏകദേശം ഉറപ്പാണ്. പക്ഷെ അതിന് പോകുന്നതിന് മുന്നേ തന്നെ ട്രംപിൻ്റെ വക നല്ല
കണക്കറ്റ ഒരു പ്രഹരവും കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇലാൻ ഉമർ പോകുന്നത്. ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും കൂടി എന്ന രീതിയിലായിരുന്നു ട്രംപിൻ്റെ പെൻസിൽവാനിയ പ്രസംഗം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.